PM ശ്രീയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ CPM. പദ്ധതി കാലാവധി കഴിയാൻ 1 വർഷം മാത്രമാണുള്ളതെന്നും അതുവരെ ഫയൽ നീക്കങ്ങളടക്കം വൈകിപ്പിക്കാനുമാണ് നീക്കം. നിലപാട് കടുപ്പിച്ച CPIയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി 3:30 ആലപ്പുഴയിലാണ് കൂടിക്കാഴ്ച. PM ശ്രീയിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ അംഗങ്ങൾ അഭിപ്രായം അറിയിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും CPI നിർവാഹക സമിതി ചേർന്നേക്കും. വിവരങ്ങളുമായി വിജിൻ വായാന്തോടും ജോസി ബാബുവുമാണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. വിജിനിലേക്ക്. വിജിൻ, 3:30 നിർണായക കൂടിക്കാഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിലെത്തിയ ശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കാണും. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കും. അതിൽ ഒരു മഞ്ഞൊരുക്കം, ഒരു അനുനയമുണ്ടാകും എന്നാണോ കരുതുന്നത്? ഇക്കാര്യത്തിൽ CPIയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിന്ന് വരുന്ന വിവരങ്ങൾ പ്രകാരം ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ബിനോയ് വിശ്വത്തെ അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ബിനോയ് വിശ്വം രാവിലെ CPM സെക്രട്ടേറിയറ്റ് ചേർന്ന് മുഖ്യമന്ത്രി അറിയിച്ച വിവരങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ ബിനോയ് വിശ്വം ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിച്ചു. അതിൽ ആണ് ചർച്ച നടന്നത്. പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത് ഈ നിലവിൽ PM ശ്രീയുടെ MOUയിൽ ഒപ്പുവെച്ചെങ്കിലും ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകില്ല. അതിന്റെ ഫയലുകൾ നീക്കുന്നത് തടയാൻ, അതിൽ നേരത്തെ ഫയലുകൾ നീക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ അത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാം എന്നുള്ളതാണ് മുഖ്യമന്ത്രി CPI സംസ്ഥാന സെക്രട്ടറി അറിയിച്ചത്. ഒപ്പം തന്നെ ഇതിന് LDF യോഗം ചേർന്ന് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പദ്ധതി നടത്തുന്നതും ഒപ്പം തന്നെ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നതുമായ വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഒപ്പം വേണമെങ്കിൽ ഒരു ഉപസമിതിയെ വെച്ച് ഇക്കാര്യത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കേരളത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശമാണ് നിലവിൽ ബിനോയ് വിശ്വം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിച്ചത്. അതിലാണ് നിലവിൽ ചർച്ച നടന്നത്. ഇപ്പോൾ എന്തായാലും CPI എക്സിക്യൂട്ടീവ് യോഗം അവസാനിച്ചു. അതിൽ അംഗങ്ങൾ വ്യക്തമാക്കിയത് ഈ കരാറിൽ എന്തിന് ഒപ്പിട്ടു, CPI അറിയാതെ കരാറിൽ എന്തിന് ഒപ്പിട്ടു, ഒരു തരത്തിലുള്ള കൂടിയാലോചനയും നടത്താതെ ഉള്ള ആ നീക്കം അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന കാര്യം ആവർത്തിക്കുകയാണ് അംഗങ്ങൾ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട CPI നേതൃത്വം വിശദീകരിച്ചത് എന്തായാലും മുഖ്യമന്ത്രി 3:30 കൂടിക്കാഴ്ച നടത്താം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി ഏതു തരത്തിലുള്ള നിലപാടെടുക്കുന്നു എന്ന് അറിഞ്ഞ ശേഷം തുടർ നടപടി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ CPI തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ വിട്ടുവീഴ്ച വേണ്ട, മുഖ്യമന്ത്രി രാവിലെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും നിലവിൽ ഉള്ള സാഹചര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട, PM ശ്രീയിൽ നിന്ന് പിന്മാറണം എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് CPI എടുത്തിരിക്കുന്ന തീരുമാനം. ഇനിയുള്ളത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയിൽ വരുന്ന തീരുമാനപ്രകാരമായിരിക്കും ഒരുപക്ഷെ വേണമെങ്കിൽ, അതായത് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ CPM വിട്ടുവീഴ്ച നടത്തി മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളിൽ യോജിക്കാൻ കഴിയുന്നതാണ് എങ്കിൽ മാത്രം CPIയുടെ എക്സിക്യൂട്ടീവ് വീണ്ടും വിളിച്ചു ചേർക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നേതാക്കൾ എല്ലാം എന്തായാലും ആലപ്പുഴയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം അതിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ അത് CPIക്ക് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ മാത്രമാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരുക എന്നുള്ളതാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. ബാബു കൂടി ചേരുന്നുണ്ട്. ജോസി, 3:30 കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ആ കൂടിക്കാഴ്ച, നിർണായക കൂടിക്കാഴ്ച നടക്കുന്നത്. മുഖ്യമന്ത്രി ആലപ്പുഴയിൽ, അവിടെ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലെത്തിയോ? ദിവ്യ, മുഖ്യമന്ത്രി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. ചില പ്രധാനപ്പെട്ട നേതാക്കൾ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബിനോയ് വിശ്വം അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും നാം തേടുന്നുണ്ട്. എന്തായാലും വിജിൻ സൂചിപ്പിച്ചതുപോലെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കടുത്ത തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ കടുത്ത എതിർപ്പ് അംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ എതിർപ്പും CPIയുടെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിക്കും. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ നിലപാടിനനുസരിച്ച് മാത്രമായിരിക്കും CPI അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും അതിനുശേഷം CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗവും ചേരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വൈകിട്ട് 5 മണിക്കാണ് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും പങ്കെടുക്കുന്ന വയലാർ രക്തസാക്ഷി അനുസ്മരണത്തിൻ്റെ സമാപന ചടങ്ങ് നടക്കുന്ന ആ വേദിയിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുക്കുന്നുമുണ്ട്. ഈ വേദിയിൽ രാഷ്ട്രീയ പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെയും ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് 3:30 നടക്കുന്ന ഈ കൂടിക്കാഴ്ചയാണ്. മുഖ്യമന്ത്രി നേരത്തെ ഇക്കാര്യങ്ങളിൽ സർക്കാരിൻ്റെയും CPMൻ്റെ നിലപാട് CPI നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവ്
എക്സിക്യൂട്ടീവിൽ അറിയിച്ചതും. എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെ CPI പാവകളാക്കി അല്ലെങ്കിൽ CPI നിഴലാക്കി നിർത്തിക്കൊണ്ട് CPM ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് കടുത്ത അതൃപ്തിയാണ്. അതൊരു രാഷ്ട്രീയപരമായ വഞ്ചനയാണ് എന്ന് തന്നെയാണ് CPI കരുതുന്നത്. ആ നിലയ്ക്ക് ഒരു വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടാണ് CPIക്കുള്ളത്. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ എത്തുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ എതിരാളികൾക്ക് അടിക്കാൻ ഒരു വടിയായി ഇത്തരം വിവാദങ്ങൾ കൊണ്ടുവരരുത് എന്നൊരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമവായം എന്ന സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അടിയന്തരമായി LDF യോഗം വിളിക്കുകയും LDFൽ ഈ വിഷയം ചർച്ച ചെയ്ത് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി CPI ഇന്ന് മുഖ്യമന്ത്രി അറിയിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം CPI നേതാക്കൾ അവിടേക്ക് തിരിക്കും. മന്ത്രിസഭാ യോഗത്തിലൊക്കെ അതൃപ്തി ഉയർന്നിട്ടും ആരോടും പറയാതെ അല്ലെങ്കിൽ ഇക്കാര്യമൊക്കെ മറച്ചുവെച്ചുകൊണ്ട് പദ്ധതിയിൽ ഒപ്പുവെച്ചു. അതിലാണോ ഈ അംഗങ്ങളൊക്കെ കടുത്ത അതൃപ്തി യോഗത്തിൽ പങ്കുവച്ചത്?